എൻ്റെ പേര് എഫ് രാജയാണ്. ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ്. 100% UDF ഇവിടെ ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF MLA ഉണ്ടാകും. പക്ഷേ ഇവിടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള സർക്കാർ ഒത്തിരി വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നും ഇവിടെ നടപടിയായില്ല. എന്നെ MLA ആക്കി ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഭൂമി പ്രശ്നമുണ്ട്. 1964 ചട്ട ഭേദഗതി റൂൾ വന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് പറഞ്ഞതാണ്. ആ റൂൾ പ്രകാരം ഇവിടെ നടപ്പിലാക്കും എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് തോട്ടം മേഖല ആയാലും ശരി, കാർഷിക മേഖല ആയാലും ശരി, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ കിടപ്പുണ്ട്. അത് എന്നെ MLA ആയിട്ട് എന്നെ തെരഞ്ഞെടുത്താൽ ഈ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും ഈ ജനങ്ങൾക്ക് ചെയ്തു പരിചയപ്പെടുത്താറ് ഒന്നുമില്ല. ഞാൻ അവിടെ ഒരു പുതിയ ആളൊന്നുമല്ല. ഈ മണ്ഡലത്തിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ MLA ആയിട്ടുണ്ട്. അതിൻ്റെ ഇളയ സഹോദരൻ ഇവിടെ MLA ആയിട്ട് 2 MLA ആണ് ഈ നിയോജക മണ്ഡലത്തിൽ. അത് കാരണം എനിക്ക് പരിചയപ്പെടുത്താൻ ഒരു ആവശ്യവുമില്ല. ഇവിടെ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ്. എല്ലാവരുടെ കൂട്ടത്തിലും ഞാൻ ഇടപെടുന്ന ആളാണ്. താഴെ ഇറങ്ങി ഇടപെടുന്ന ആളാണ്. ഞാൻ ഒരു കൃഷിക്കാരനാണ്. ഞാൻ ഇപ്പം പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ തോട്ടത്തിൽ ഇപ്പോഴും ഞാൻ ഒരു പണിയുന്നതാണ്. അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഏലത്തോട്ടത്തിൽ തുമ്പ പിടിച്ച് ഇപ്പോഴും ഞാൻ പണിയുന്ന ആളാണ്. എനിക്ക് ബിസിനസ്സും ഉണ്ട്. എല്ലാം ഞാൻ തന്നെ നോക്കുന്ന ആളാണ്. എനിക്ക് താഴെത്തട്ടിലുള്ള ആളെ എല്ലാവരും അറിയാം. നമ്മുടെ തോട്ടത്തിൽ വന്ന് പണിക്കാർ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ പണിക്കാർ പോലെ ഞാൻ പണി ചെയ്യുന്ന ഒരാളാണ്. അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പം എന്നെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഈ നിയോജക മണ്ഡലത്തിലൊന്നും ഇല്ല.